നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSC ഇപ്പോൾ ഫെബ്രുവരി മാസം നടത്താനായിട്ട് പോകുന്ന പരീക്ഷകളുടെ കലണ്ടർ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ വായിക്കാനായിട്ട് കഴിയും എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ ദ മന്ത് ഫോർ ഫെബ്രുവരി 2023 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൺഫർമേഷൻ കൊടുക്കേണ്ട കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഫെബ്രുവരി മാസം നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ എക്സാമിനേഷൻസും കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, തൊഴിൽ വീതി ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഒരാഴ്ച അന്ന് ആ ആഴ്ചത്തെ തൊഴിൽ വീതി കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ചക്കകത്ത് നമ്മൾ എന്ത് ചെയ്യും, 6 ദിവസത്തിനകത്ത് തൊഴിൽ വീതി കംപ്ലീറ്റ് ചെയ്യും. 7ാമത്തെ ദിവസം ഞായറാഴ്ച ഒരു എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേറെ ഫീയും കാര്യങ്ങളൊന്നുമില്ല, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു PDF ചാനലിൽ അവൈലബിൾ ആയിരിക്കും, ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഫെബ്രുവരി 1-ാം തീയതി നടത്താനായിട്ട് പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് മാനേജറുടെ എക്സാമിനേഷൻ ആണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്കുള്ള NCA നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ ഇവിടെ ഞാൻ ഈ വരയ്ക്കുന്ന പോർഷൻ നിങ്ങളുണ്ടോ, ഫോർ ഡീറ്റെയിൽഡ് സിലബസ് ക്ലിക്ക് ഹിയർ, ഇവിടെ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ സിലബസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഫെബ്രുവരി 1-ാം തീയതി നമ്മുടെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ എക്സാമിനേഷൻ ഉണ്ട്. ഫെബ്രുവരി 1-ാം തീയതി തന്നെ NCA നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ തന്നെ എക്സാമിനേഷൻ്റെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1-ാം തീയതി ജനറൽ എഡ്യൂക്കേഷൻ്റെ മറ്റൊരു എക്സാം നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഓർഗനൈസർ ഫോർ സ്പോർട്സ് ഇൻ സ്കൂൾസ് എന്ന് പറഞ്ഞിട്ട് ജനറൽ എഡ്യൂക്കേഷൻ്റെ എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. OMR മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് നടത്താനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ മാനേജർ അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് 1-ാം തീയതി തന്നെ അതിൻ്റെ എക്സാം നടക്കുന്നുണ്ട്. പിന്നെ മാനേജർ പേഴ്സണൽ എന്ന് പറഞ്ഞിട്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. പിന്നെ പമ്പ് ഓപ്പറേറ്ററിൻ്റെ എക്സാമിനേഷൻ 2-ാം തീയതി നടക്കുന്നുണ്ട്. ഫെബ്രുവരി 2-ന് പമ്പ് ഓപ്പറേറ്ററിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. ഫെബ്രുവരി 3-ന് നടത്താനായിട്ട് പോകുന്ന എക്സാമിനേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് 2-ൻ്റെ എക്സാമിനേഷനാണ് ഫെബ്രുവരി 3-ാം തീയതി നടത്താനായിട്ട് പോകുന്നത്. ഇത് കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റേതാണ് ഈ ഒരു എക്സാമിനേഷൻ. അതുപോലെ തന്നെ അറ്റൻഡർ എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അറ്റൻഡർ എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ 4-ാം തീയതി നടത്തുന്നുണ്ട്. ഇത് SRST SC/ST ഓൺലിയാണ് ഈ ഒരു എക്സാമിനേഷൻ. പിന്നെ സ്റ്റോർ അറ്റൻഡർ എന്ന് പറഞ്ഞിട്ട് SC/STയുടെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സാമിനേഷൻ 4-ാം തീയതി നടത്തുന്നുണ്ട്. അതിനുശേഷം വരുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്ന അസിസ്റ്റൻറ്റ് കന്നഡ ട്രാൻസ്ലേറ്റർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞിട്ട് ലാ ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൻ്റെ എക്സാമിനേഷനാണ്. അത് 7-ാം തീയതി ഫെബ്രുവരി 7-ാം തീയതിയാണ് അതിൻ്റെ എക്സാമിനേഷൻ നടത്താനായിട്ട് പോവുക. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ സിലബസ് നമുക്ക് സൈഡിൽ കാണാനായിട്ട് കഴിയും. പിന്നെ ബൈൻഡർ ഗ്രേഡ് 2-ൻ്റെ എക്സാമിനേഷൻ നമുക്ക് 8-ാം തീയതി നടത്തുന്നതായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ബൈൻഡർ ഗ്രേഡ് 2-ൻ്റെ തന്നെ വേരിയസ് NCA നോട്ടിഫിക്കേഷൻ 8-ാം തീയതി ഉണ്ട്. 9-ാം തീയതി നമ്മുടെ ഡയറി കെമിസ്റ്റ്, ഡയറി ബാക്ടീരിയോളജിസ്റ്റ്, ഡയറി മൈക്രോബയോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ 9-ാം തീയതി നടത്താനായിട്ട് പോകുന്നുണ്ട്. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൻ്റേതാണ് ഈ ഒരു ഡയറി കെമിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സാമിനേഷൻ വരുന്നത്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ കെമിക്കൽ എഞ്ചിനീയറിംഗിലേക്കുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാമിനേഷൻ 9-ാം തീയതി നടത്താനായിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണാനായിട്ട് കഴിയും 10-ാം തീയതി സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിൻ്റെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലേക്കുള്ള സബ് എഞ്ചിനീയറിൻ്റെ എക്സാം 10-ാം തീയതിയാണ് നടത്താനായിട്ട് പോകുന്നത്. അതിൻ്റെ പുതുക്കിയ സിലബസ് സൈഡിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ LGSൻ്റെ SRST ആണ്, SC/ST ഓൺലിയാണ് ഈ ഒരു എക്സാമിനേഷൻ. കണ്ടല്ലോ, ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിൻ്റെ എക്സാമിനേഷൻ 11-ാം തീയതി നടത്താനായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷനാണ്. SC/STക്കാർക്ക് വേണ്ടി മാത്രമുള്ള എക്സാമിനേഷനാണ്. ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിനേഷൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് SC/ST ഓൺലിയാണ് 11-ാം തീയതി നടത്താനായിട്ട് പോകുന്നുണ്ട്. പിന്നെ 11-ാം തീയതി നടത്താനായിട്ട് പോകുന്നത് ക്ലർക്ക് SC/STയുടെ ക്ലർക്ക് എക്സാമിനേഷൻ പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. 14-ാം തീയതി അനിമൽ ഹസ്ബൻഡറി ടെക്നിക്കൽ എക്സ്റേ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ 14-ാം തീയതി നടത്തുന്നുണ്ട്. അതിനുശേഷം 15-ാം തീയതി നമ്മുടെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന കന്നഡ ലാ ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്കുള്ള എക്സാമിനേഷൻ 15-ാം തീയതി നടത്താനായിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണാനായിട്ട് കഴിയും റിപ്പോർട്ടർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞിട്ട് ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിലേക്കുള്ള എക്സാമിനേഷൻ 15-ാം തീയതി ഉണ്ട്. കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിലേക്കുള്ള റിപ്പോർട്ടർ തമിഴ് 15-ാം തീയതി നടത്തുന്നുണ്ട്. 16-ാം തീയതി ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ട്രാൻസ്ഫർ എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നുണ്ട്.
16-ാം തീയതി തന്നെ അതിൻ്റെ ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. 17-ാം തീയതി കേരള സെറാമിക്സ് ലിമിറ്റഡിൻ്റെ നല്ലൊരിതാണ്, കേരള സെറാമിക്സ് ലിമിറ്റഡിൻ്റെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൾസിൻ്റെ എക്സാമിനേഷൻ 17-ാം തീയതി നടത്താനായിട്ട് പോകുന്നുണ്ട്. പിന്നെ 17-ാം തീയതി ജയിൽ ഡ്രൈവറിൻ്റെ എക്സാമിനേഷൻ 17-ാം തീയതി നടത്താനായിട്ട് പോകുന്നുണ്ട്. പിന്നെ 21-ാം തീയതി ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഫിഷറീസ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിനേഷൻ 21-ാം തീയതി നടത്താനായിട്ട് പോകുന്നുണ്ട്. ടൈപ്പിസ്റ്റ് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിലേക്കുള്ള ടൈപ്പിസ്റ്റ് എക്സാമിനേഷൻ 22-ാം തീയതി നടത്താനായിട്ട് പോകുന്നുണ്ട്. LD ടൈപ്പിസ്റ്റ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്കുള്ള NCA നോട്ടിഫിക്കേഷൻ 22-ാം തീയതി നടത്താനായിട്ട് പോകുന്നുണ്ട്. 22-ാം തീയതി തന്നെ കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിലേക്കുള്ള റിപ്പോർട്ടർ ഗ്രേഡ് 2-ൻ്റെ എക്സാമിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്കുള്ള എക്സാമിനേഷൻ ഉണ്ട്. ഇതെല്ലാം കോമൺ ടെസ്റ്റ് ആണ് കേട്ടോ, കോമൺ ടെസ്റ്റ് ആയിട്ടാണ് ഇതൊക്കെ നടത്താനായിട്ട് പോകുന്നത്. പിന്നെ LDC ലോവർ ഡിവിഷൻ ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് വേരിയസിലേക്കുള്ള NCA എക്സാമിനേഷൻ്റെ മെയിൻസ് എക്സാം 25-ാം തീയതി നടത്താനായിട്ട് പോകുന്നു. അതുപോലെ തന്നെ 25-ാം തീയതി നമ്മുടെ തമിഴ് ആൻഡ് മലയാളം അതിൻ്റെ NCA നോട്ടിഫിക്കേഷൻസ് നടത്താനായിട്ട് പോകുന്നുണ്ട്. ഇതൊരു കോമൺ എക്സാമിനേഷൻ ആയിട്ടാണ് നടത്താനായിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സാമിനേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഫെബ്രുവരി മാസം നടത്താനായിട്ട് പോകുന്ന പരീക്ഷകൾ. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് വാർണിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. സ്ഥിരീകരണം രേഖപ്പെടുത്തേണ്ട തീയതികളിൽ സ്ഥിരീകരണം രേഖപ്പെടുത്താത്തവർക്ക് ഈ പരീക്ഷാ കലണ്ടറിലെ പരീക്ഷകൾ എഴുതുന്നതിനുള്ള അവസരം ലഭിക്കില്ല. അപ്പോൾ കൺഫർമേഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, അവരുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിനേഷനൊക്കെ എഴുതിയാൽ ഇടയ്ക്കിടയ്ക്ക് PSCയുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കൺഫർമേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തൊഴിൽ വീതി ചലഞ്ച് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ഒരു PDF നമ്മുടെ ചാനലിൽ ഇപ്പോൾ തന്നെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നാളെ രാവിലെ കൃത്യം 8:30-9 മണിക്ക് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.